പ്രകൃതിക്ഷോഭ സഹായം മത്സ്യമേഖലയ്ക്കും നൽകണമെന്ന് ധീവരസഭ. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ച മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ മത്സ്യമേഖലയ്ക്കും നൽകണമെന്ന് ധീവരസഭ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ 9-ാം തീയതി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ മരണമടഞ്ഞവർക്ക് കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീട് സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപ എന്ന രീതിയിലുള്ള സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാക്കണം, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും ബാധകമാക്കണം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകണം. ചില സാങ്കേതിക തടസ്സങ്ങൾ ചിലർ പറയും. ഇപ്പോൾ നമ്മൾ ഓഖി ഉണ്ടായപ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് കൊടുത്തില്ല, ഇൻഷുറൻസ് തുക മാത്രമാണ് കൊടുത്തത്. പ്രളയബാധ മേഖലയിൽ മത്സ്യബന്ധന ഏർപ്പെടുന്ന തൊഴിലാളികൾ അവർ വള്ളവുമായിട്ട് പോകണം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. പല സ്ഥലങ്ങളിലും പോയി, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വള്ളങ്ങൾ അവിടെ പോവുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദുരന്തത്തിൽ 18 പറഞ്ഞാൽ 2018 ദുരന്തത്തിൽ ഈ സഹായത്തിന് മരിച്ച ഒരാളുണ്ട്, ആറാട്ടുപുഴ പെരുമ്പള്ളി എന്ന സ്ഥലത്ത്. ആ കുടുംബത്തിന് ഒരു പൈസ കിട്ടിയില്ല. വള്ളം ഈ കവുങ്ങിൻ കുറ്റിയിടിച്ച് 42 സ്റ്റിച്ചുമായി ആശുപത്രിയിൽ കിടന്ന് രത്നകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾക്കും ഒരു പൈസ കിട്ടിയില്ല. കാലൊടിഞ്ഞൊരാളുണ്ട്. അപ്പോൾ ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്കുണ്ടായാലും മത്സ്യബന്ധന ഉപകരണത്തിനുണ്ടായാലും അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. പ്രകൃതിക്ഷോഭത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും നൽകാൻ സർക്കാർ തയ്യാറാകണം. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ച മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ധീവരസഭ ജനറൽ സെക്രട്ടറി മുൻ MLA വി ദിനകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവരെ സഹായിക്കാനും നടപടിയുണ്ടാകണം. കടലാക്രമണത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ വീതം സഹായം നൽകണം. കടലാക്രമണത്തിൽ ഭാഗികമായി വീട് നഷ്ടപ്പെടുന്നവർക്ക് സഹായം നൽകാനും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.